എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയി പൃഥ്വിരാജ് സുകുമാരന്റെ ഡയറക്ഷനിൽ മുരളി ഗോപി തിരക്കഥ നിർവഹിച്ചുകൊണ്ട് മോഹൻലാൽ, മഞ്ജു വാര്യർ, പൃഥ്വിരാജ് സുകുമാരൻ, ടോവിനോ തോമസ് എന്നിവർ പ്രധാന കഥാപാത്രത്തിൽ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ മോസ്റ്റ് ഹൈപ്ഡ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ് L2E എംപുരാൻ. ലൂസിഫറിന്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയി എംപുരാൻ പ്രഖ്യാപിച്ചതിലേക്കുള്ള ഫാൻ തിയറീസ് ആയാലും അതോടൊപ്പം തന്നെ പ്രൊമോഷണൽ മെറ്റീരിയൽസ് ആയാലും നല്ല തന്നെ സിനിമയെ ലൈവ് വെക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സിനിമയുടേതായി വന്ന പ്രൊമോഷണൽ മെറ്റീരിയൽസ് ആയാലും സിനിമയുടെ ഓർഗാനിക്കലി ഉള്ള ഹൈപ്പിനെ നല്ല തന്നെ സാറ്റിസ്ഫൈ എന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽസ് ആയിരുന്നു അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ റീസെന്റായി വന്ന മോഹൻലാൽ സിനിമകളിൽ മോഹൻലാൽ എന്ന സ്റ്റാറിനെ നല്ല തന്നെ യൂസ് ചെയ്യാൻ സാധിക്കാതെ പോയത് കൊണ്ട് തന്നെ പൃഥ്വിരാജ് എന്ന ഡയറക്ടറിൽ കൂടെ മലയാളി പ്രേക്ഷകർ എല്ലാവരും ഒരു എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പെക്ടേഷനെ എല്ലാം മീറ്റ് ചെയ്യാൻ ഈ എംപുരാൻ എന്ന മൂവിക്ക് സാധിച്ചു എന്ന് നോക്കാം നമുക്ക് ഈ വീഡിയോയിലൂടെ. കേരളത്തിലെ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾക്കിടയിലെ ഭിന്നതയും അതോടൊപ്പം വരുന്ന കാര്യങ്ങളുമാണ് ലൂസിഫറിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതെങ്കിൽ എംപുരാനിലേക്ക് എത്തുമ്പോൾ സിനിമ കുറച്ചുകൂടി ഇന്റർനാഷണൽ അപ്പീലിലേക്ക് മാറുകയും അതോടൊപ്പം തന്നെ സിനിമ കുറച്ചുകൂടി വൈഡർ ആവുന്ന കാഴ്ചയും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ലൂസിഫറിലെ എൻഡ് പോർഷൻസിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള എബ്രഹാം ഖുറേഷിയും അതോടൊപ്പം തന്നെ അവർക്കിടയിലെ ഗ്യാങ് പവറും ആ ഒരു മിസ്റ്ററി വേൾഡിനെ നല്ല തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഈ സിനിമയിൽ സാധിച്ചപ്പോൾ കേരളത്തിലെ പൊളിറ്റിക്സിലെ ഭിന്നതയും വളരെ വളരെ കോർ തീമായി തന്നെ ബാലൻസ് ചെയ്തു പോകാനും ആ ഒരു ഇന്റർ കണക്ഷൻ വളരെ മികച്ച രീതിയിൽ തന്നെ കൊണ്ടുവരാനും ഡയറക്ടറായ പൃഥ്വിരാജ് സുകുമാരനും അതോടൊപ്പം തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററായ മുരളി ഗോപിക്കും വളരെയധികം ഈസിയായി സാധിച്ചു പോയായിരുന്നു എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടർ ആരാണ്, ആ ക്യാരക്ടർ എബ്രഹാം ഖുറേഷിയുമായി എങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നു, അവർക്കിടയിലെ ആ ഒരു ഇമോഷണൽ ബോണ്ട് എങ്ങനെയാണ്, എല്ലാം നല്ല രീതിയിൽ തന്നെ സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ആ ഒരു പേ ഓഫ് നമുക്ക് എല്ലാവർക്കും ഇമോഷണലി കണക്ട് ചെയ്യാനും വളരെ ഈസിയായി സാധിച്ചതുപോലെയും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കഥാപരമായ സിനിമ വളരെ മികച്ച തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും ലാലേട്ടൻ എന്ന നടനെയും സ്റ്റാർ മെറ്റീരിയലിനെയും വളരെയധികം ഓറയോടുകൂടിയും അതോടൊപ്പം സ്വാഗോട് കൂടിയും സിനിമയിൽ പ്രസന്റ് ചെയ്യാനും ഷോക്കേസ് ചെയ്യാനും ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ പൃഥ്വിരാജിന് വളരെയധികം മികച്ച രീതിയിൽ തന്നെ സാധിച്ച പോലെയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ലൂസിഫറിലെ സ്റ്റാർ കാസ്റ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എംപുരാനിലേക്ക് എത്തുമ്പോൾ കുറച്ച് പുതിയ മുഖങ്ങളും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിലൂടെ പ്രശസ്തനായ ജെറോം ഫ്ലിൻ ആയിരുന്നു. ബോറിസ് ഒളിവർ എന്ന ക്യാരക്ടറിനെ ഒട്ടും മോശമാക്കാത്ത രീതിയിൽ ആ ഒരു ക്യാരക്ടറിനെ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പെർഫോം ചെയ്തതായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം മിഷേൽ മെനുവിൻ എന്ന ക്യാരക്ടർ ചെയ്ത ആൻഡ്രിയ ടെവർ ഒരു ഏജന്റ് എന്ന രീതിയിൽ തന്റെ ഫിസിക്കലി ആയാലും മെന്റലി ആയാലും ഈ സിനിമയ്ക്ക് വേണ്ടി നല്ല തന്നെ എഫേർട്ട് ഇട്ടായി ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അഭിമന്യു സിംഗ് ചെയ്ത ബൽറാജ് എന്ന ക്യാരക്ടർ ആണെങ്കിൽ പോലും വളരെയധികം ഇന്റിമിഡേറ്റിംഗ് ആയ ഒരു വില്ലനായിട്ടായിരുന്നു ഈ സിനിമയിലുടനീളം ആ ഒരു ക്യാരക്ടറെ അദ്ദേഹം പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ലൂസിഫർ കാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ടൊവിനോ തോമസ് ചെയ്ത ജതിൻ രാംദാസ് എന്ന ക്യാരക്ടറിന്റെ വേറൊരു തരത്തിലുള്ള ഒരു ഡൈനാമിക്കും ഈ സിനിമയിലുടനീളം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ വളരെയധികം അച്ചടക്കത്തോടെ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തതായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മഞ്ജു വാര്യർ ചെയ്ത പ്രിയദർശി രാംദാസ് എന്ന ക്യാരക്ടറിന്റെ 2 ഡയമെൻഷൻ ഈ സിനിമയിലുള്ളതാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 ഡയമെൻഷനിലും വളരെയധികം ഡിഫറെന്റ് ആയി തന്നെ ആ ഒരു ക്യാരക്ടറിനെ ക്യാരി ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിലെ വൺ ഓഫ് ദ പവർഫുൾ ക്യാരക്ടർ ആയിട്ടായിരുന്നു പ്രിയദർശി രാംദാസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ സയ്യിദ് മസൂദ് എന്ന പൃഥ്വിരാജ് സുകുമാരൻ ചെയ്ത ക്യാരക്ടറിന്റെ ഒരു റിവെഞ്ച് സ്റ്റോറി ആയിട്ടാണ് L2E എംപുരാൻ സത്യം പറഞ്ഞാൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടിയും ആകെ ഒരു 10-15 മിനിറ്റ് ആ ഒരു ക്യാരക്ടർ ഈ സിനിമയിലുടനീളം കാണിച്ചിട്ടുമുള്ളൂ. എന്നിരുന്നാൽ കൂടിയും ആ ഉള്ള പോർഷൻസിലെല്ലാം വളരെയധികം മെച്ചൂർഡായി തന്നെ ആ ഒരു ക്യാരക്ടറെ ക്യാരി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സ്പെഷ്യൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി, പൃഥ്വിരാജിന്റെ ചെറുപ്പകാലം ചെയ്ത കാർത്തികേയ ദേവ് എന്ന പയ്യന്റെ പെർഫോമൻസും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷണൽ കണക്ഷനെ ഒട്ടും ചോരാതെ തന്നെ ആ പയ്യൻ ആ ഒരു ക്യാരക്ടറിനെ ക്യാരി ചെയ്തതായും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ദ മൈറ്റി മോഹൻലാൽ എന്ന നടന്റെ പെർഫോമൻസ് നമ്മൾ ഈ അടുത്ത് നേരെന്ന മൂവിയിലൊക്കെ വളരെ പ്രകടമായി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മോഹൻലാൽ എന്ന സ്റ്റാർ മെറ്റീരിയലിനെ അത്ര കണ്ട് ഷോക്കേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡയറക്ടർ ഈ അടുത്ത് വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ആ ഒരു വിഷമവും അതോടൊപ്പം തന്നെ മോഹൻലാലിന് നടന്റെ ഈ അടുത്തുള്ള ബോക്സ് ഓഫീസ് പവറിനെ പറ്റിയുള്ള ചോദ്യത്തിനെല്ലാം മറുപടി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഫാൻ ബോയ് ട്രിബ്യൂട്ട് ആയിട്ടാണ്
L2E എംപുരാൻ എന്ന മൂവി പൃഥ്വിരാജ് മോഹൻലാലിന് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ വളരെയധികം എൻജോയ് ചെയ്ത് ക്യാരി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും മോഹൻലാലിന് നടന്റെ ഒരു ബെഞ്ച് മാർക്ക് പെർഫോമൻസ് ആയി തന്നെ ആസ് എ സ്റ്റാർ ഒരു ബെഞ്ച് മാർക്ക് പെർഫോമൻസ് ആയി തന്നെ എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ടെക്നിക്കലി ഈ സിനിമ വളരെയധികം ടോപ്പ് നോച്ച് ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആക്ഷൻ രംഗങ്ങളായാലും എക്സ്പ്ലോസീവ് സീൻസുകളായാലും വളരെയധികം മികച്ച രീതിയിൽ തന്നെ വന്നതായും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി സുജിത് വാസുവിന്റെ സിനിമാറ്റോഗ്രാഫി ആയാലും അഖിലേഷ് മോഹന്റെ എഡിറ്റിംഗ് ആയാലും വേൾഡ് ക്ലാസ് ലെവൽ എന്ന് പറയാൻ സാധിക്കുന്ന ദീപക് ദേവിന്റെ മ്യൂസിക് പ്ലസ് BGM ഡിപ്പാർട്ട്മെന്റ് ആയാലും സിനിമയെ നല്ല രീതിയിൽ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതായിട്ടായിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കൺക്ലൂഷൻ, ലൂസിഫർ എന്ന ഫ്രാഞ്ചൈസിയുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയി വന്നുകൊണ്ട് ലൂസിഫർ എന്ന ഫ്രാഞ്ചൈസിക്ക് ഒട്ടും മോശമാക്കാത്ത രീതിയിലുള്ള ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തുകൊണ്ടുള്ള വളരെ മികച്ചൊരു ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ടാണ് L2E എംപുരാൻ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം മറ്റൊന്നായിരിക്കാം. അതല്ല കമന്റ് ബോക്സ് അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.